കൈപ്പറമ്പുകാവ് നവീകരണ കലശ സമിതിയുടെ കൺവീനറാണ്. കൈപ്പറമ്പുകാവ് നവീകരണ കലശ സമിതിയുടെ ഭാരവാഹികളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ ഒരു വിജീഷ് എന്നാണ്. അദ്ദേഹം ആനന്ദ്. ശരി. എൻ്റെ പേര് പ്രകാശ് മണ്ണൂർ. നവീകരണ കലശ സമിതിയുടെ കൺവീനറാണ്. ഇദ്ദേഹം വിജീഷ് MR, നവീകരണ കലശ സമിതിയുടെ ഫിനാൻസ് കമ്മിറ്റി കോർഡിനേറ്ററാണ്. ഇദ്ദേഹം ആനന്ദ് PR, നവീകരണ കലശ സമിതിയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ്. ഇദ്ദേഹം അജയൻ നമ്പ്യാർ, ഇദ്ദേഹം നവീകരണ കലശമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പൊ നമ്മൾ കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തില് നവീകരണ കലശം, കൈപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശം, ഈ രണ്ട് ചടങ്ങുകൾ നടക്കുകയാണ്. 12 വർഷത്തിലൊരിക്കലാണ് നവീകരണ കലശം നടക്കുന്നത്. നമ്മൾ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 14 വർഷം മുമ്പാണ് ഈ ഒരു ചടങ്ങ് നടന്നത്. 8 ദിവസങ്ങളായിട്ടാണ് നവീകരണ കലശം നടക്കുന്നത്. ശിവക്ഷേത്രത്തിലെ ദ്രവ്യകലശം 6 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. 2026 ഇന്നാണ് ആരംഭിക്കുന്നത്. ജൂലൈ 15-ാം തീയതി വരെ നവീകരണ കലശ ചടങ്ങുകൾ നീണ്ടു നിൽക്കും. ശിവക്ഷേത്രത്തിലെ ദ്രവ്യകലശത്തിന്റെ അതിപ്രധാന ചടങ്ങായിട്ടുള്ള ബ്രഹ്മകലശം ജൂലൈ 13-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 8:30-ക്കുള്ള മുഹൂർത്തത്തിലാണ് നടക്കുന്നത്. നവീകരണ കലശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ 15-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:45-നും 7:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് നടക്കുന്നത്. ഈ നവീകരണ കലശത്തോടനുബന്ധിച്ച് ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പൂർണ്ണമായി കരിങ്കല്ലിൽ നിർമ്മിച്ച് ചെമ്പോല മേഞ്ഞ് നവീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരു അലങ്കാര ഗോപുരം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭഗവതി ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെ നവീകരണം, ക്ഷേത്രക്കുളം നവീകരണം, ഓഫീസിന്റെ അറ്റകുറ്റപ്പണികൾ, ഇതെല്ലാം ചേർന്ന് ഏകദേശം 1 കോടി രൂപയിലധികം ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഭഗവതി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലുമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നവീകരണ കലശമാണ് നടക്കാനുള്ളത്. നവീകരണ കലശത്തോടനുബന്ധിച്ച് ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രത്തിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് നടക്കും. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ BK ഹരിനാരായണൻ ആണ്. അതില് ഗായകൻ ശ്രീ സന്നിധാനന്ദന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. കലശത്തോടനുബന്ധിച്ച് 2-ാം ദിവസമായ നാളെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര സംസ്കാരം എന്നൊരു വിഷയത്തെ പറ്റി ഒരു സംവാദം സംഘടിപ്പിക്കുന്നുണ്ട്. വൈകിട്ട് പ്രശസ്ത പ്രഭാഷകനായ വ്യാസന്റെ നേതൃത്വത്തിൽ ഒരു ഭക്തി പ്രഭാഷണം സംഘടിപ്പിക്കുന്നു. 3-ാം ദിവസം വെള്ളിയാഴ്ച രാവിലെ പൂർണേന്ദു ഭജൻ എന്ന ഒരു സംഘത്തിന്റെ ഭജൻ ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് നവീകരണ കലശത്തോടനുബന്ധിച്ച് നടത്തുന്ന നൃത്ത സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ് നിർവഹിക്കുന്നത്. ആ ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പയും പങ്കെടുക്കും. കലാക്ഷേത്ര സുദർശൻ എന്ന നാട്യാചാര്യനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ നൃത്ത സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം കലാക്ഷേത്ര സുദർശന്റെ നേതൃത്വത്തിൽ നൃത്യങ്ങൾ അരങ്ങേറും. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വിവിധ കലാക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ ഏകദേശം 250ഓളം കലാകാരികൾ അണിനിരക്കുന്ന നൃത്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്നേ ദിവസം വൈകുന്നേരം 5 മണി വരെ അത് നീണ്ടു നിൽക്കും. 5 മണിക്ക് നവീകരണ കലശത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത ഗായിക പത്മഭൂഷൺ ഡോക്ടർ KS ചിത്ര പങ്കെടുക്കും. ഈ ചടങ്ങിൽ വെച്ച് ഡോക്ടർ KS ചിത്രയ്ക്ക് ഭൈരവി പുരസ്കാരം എന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പുരസ്കാരം നൽകി ചിത്ര ചേച്ചിയെ ആദരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു പുരസ്കാരം ക്ഷേത്ര സംരക്ഷണ സമിതി നൽകുന്നത്. ഈ പുരസ്കാരം നൽകുന്നത് പ്രശസ്ത കഥകളി ആചാര്യൻ ശ്രീ കലാമണ്ഡലം ഗോപിയാശാനാണ്. പ്രസ്തുത ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ കുറൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട്, പ്രശസ്ത തച്ചുശാസ്ത്രജ്ഞൻ ശ്രീ പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗാനരചയിതാവ് ശ്രീ ജീവൻ ആർ മേനൻ, നാട്യാചാര്യൻ ശ്രീ RLV ആനന്ദ് എന്നിവർ പങ്കെടുക്കുന്നതായിരിക്കും. അതിനുശേഷം നാട്യാചാര്യ RLV ആനന്ദിന്റെ നേതൃത്വത്തിൽ ഒരു നൃത്ത പരിപാടിയും
തുടർന്ന് പ്രശസ്ത ഗായിക ശ്രീ മീറ രാംമോഹന്റെ നേതൃത്വത്തിൽ ഒരു സംഗീതാർച്ചനയും നടക്കുന്നുണ്ട്. നവീകരണ കലശത്തോടനുബന്ധിച്ച് ഒരു ആതിരോത്സവം എന്നൊരു പരിപാടി കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് ജൂലൈ 12-ാം തീയതി ഞായറാഴ്ചയാണ് ഈ ആതിരോത്സവം നടക്കുന്നത്. 25ഓളം സമിതികൾ ഈ ആതിരോത്സവത്തിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കും. ഇതിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ PG രവി നിർവഹിക്കുന്നതായിരിക്കും. ഇതിന് ശേഷം അന്ന് വൈകുന്നേരം ഗൗരി ശങ്കരം എന്ന ഒരു ഭജൻ ടീമിന്റെ ഭജൻ കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. 13-ാം തീയതി തിങ്കളാഴ്ചയാണ് ശിവക്ഷേത്രത്തിലെ ദ്രവ്യകലശത്തോടനുബന്ധിച്ചുള്ള ബ്രഹ്മകലശം നടക്കുന്നത്. അതിനുശേഷം കലാപീഠം ഹരീഷ് പശുപതിയുടെ നേതൃത്വത്തിൽ ഒരു ചാക്യാർകൂത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം വൈകുന്നേരം തിരുവനന്തപുരം അക്ഷയശ്രീയുടെ നേതൃത്വത്തിൽ നൃത്ത നാടകം കൂടി ഉണ്ടാവും. കലശത്തിന്റെ 7-ാം ദിവസം, അതായത് 14-ാം തീയതി ചൊവ്വാഴ്ച, ഇതിന്റെ നവീകരണ കലശത്തിന്റെ പ്രധാന ചടങ്ങായ ജീവകലശത്തിലേക്ക് ചൈതന്യം ആവാഹിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അന്ന് സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരിക്കുന്നതല്ല. 15-ാം തീയതി ബുധനാഴ്ച രാവിലെ ആണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുന്നത്. അത് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുഭമുഹൂർത്തത്തിൽ 7:30 മുമ്പുള്ള ശുഭമുഹൂർത്തത്തിൽ ആ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. അതിനുശേഷം കുമാരി ആശ സുരേഷിന്റെ ഒരു സോപാന സംഗീതാർച്ചന ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം വൈകുന്നേരം പറക്കാട് തങ്കപ്പന്മാർ, കോട്ടക്കൽ രവി എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു മേജർ സെറ്റ് പഞ്ചവാദ്യം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നാട്ടിലെ വിവിധ കലാക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന വീരനാട്യം എന്ന ചടങ്ങോടുകൂടി നവീകരണ കലശത്തിന്റെ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയാണ്. നവീകരണ കലശത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും 3 നേരവും ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ നേരത്തും ഉദ്ദേശം 2000-ൽ പരം ആൾക്കാരെ ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും അന്നദാനങ്ങളിൽ ഒരു നേരം പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള ചടങ്ങുകളോടുകൂടിയാണ് ഈ നവീകരണ കലശവും ദ്രവ്യകലശവും നവീകരണ കലശ സമിതി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കൈപ്പറമ്പ് പഞ്ചായത്തിലെ കൈപ്പറമ്പ് ദേശത്തെ ഏകദേശം 600ഓളം കുടുംബങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ തട്ടകം. അപ്പോൾ ഈ 600 കുടുംബങ്ങളിലെ ഭക്തജനങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ ഒരു പരിപാടി കൂടെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അല്ല, ഇത് നാട്ടുകാരുടെ അമ്പലമാണ്, ദേവസ്വം ബോർഡല്ല. ക്ഷേത്രത്തിന് പഴക്കം നൂറ്റാണ്ടുകളുടെ പഴക്കം കണക്കാക്കുന്നുണ്ട്. 3 ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിൽ. ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്, ഒരു ശിവക്ഷേത്രമുണ്ട്, ഒരു 1/2 കിലോമീറ്റർ മാറി ഒരു വിഷ്ണു ക്ഷേത്രം കൂടിയുണ്ട്, കിടക്കര വിഷ്ണു ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളും ഒരു കമ്മിറ്റിയുടെ കീഴിലാണ്. ഈ 3 ക്ഷേത്രങ്ങൾക്കും പണ്ട് വേറെ ഊരാളന്മാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ കൈപ്പറമ്പിൽ കുറൂർ മന എന്ന ഒരു മനയുടെ ഊരായ്മയിലാണ് ഈ 3 ക്ഷേത്രങ്ങളുള്ളത്. അമ്പലത്തിന്റെ ഉണ്ട്, നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അമ്പലത്തിലെ ശ്രീകോവില് പണ്ടുണ്ടായിരുന്നതാണ്. അത് കാലപ്പഴക്കം കാരണം കൊണ്ട് കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനം ഇന്ന് രാവിലെ ഇപ്പോൾ നവീകരിച്ച ശ്രീകോവിലിന്റെ സമർപ്പണം നടത്തി. ആ സമർപ്പണം ക്ഷേത്രം തന്ത്രിയും ഊരാളും കൂടിയാണ് ആ സമർപ്പണം നടത്തിയത്. എല്ലാം പന്തലിട്ടിട്ടാണ്. അതായത് ശ്രീകോവില് മുഴുവനായിട്ട് പന്തലിട്ടിട്ട് പിന്നെ ഈ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള പന്തലും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1500 ആളുകളോളം ഇരുന്ന് പരിപാടി വീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിന് ഊട്ടുപുര പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. വരുന്ന ആളുകൾക്കുള്ള അവിടെ എല്ലാ സൗകര്യങ്ങളും നവീകരണ സമിതി ഒരുക്കിയിട്ടുണ്ട്. വരുന്ന ആളുകൾക്ക് മഴയുടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാം. ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ഇരുന്ന് എല്ലാ പരിപാടികളും വീക്ഷിക്കാനുള്ള സൗകര്യം കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. കൈപ്പറമ്പ് സെന്ററിൽ നിന്ന് തലക്കൂട്ടുകാര റോഡിലേക്ക് 3/4 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാലാണ് ഈ ക്ഷേത്രം ഉള്ളത്, സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ നേരിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ഒരു സാന്നിധ്യവും സഹായവും ഈ ഒരു കർത്തവ്യം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായം പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഈ ഭഗവതിയുടെ ഒരു പഞ്ചക നാമാർച്ചന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനം കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രശസ്ത സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പ ആണ് പാടി സംവിധാനം ചെയ്തിരിക്കുന്നത്.
അതിൻ്റെ ലോഞ്ച് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. അത് നാളെ വൈകുന്നേരം ആ ഓഡിയോ കാസറ്റിൻ്റെ ലോഞ്ച് കൂടി നമ്മൾ നടത്തുന്നുണ്ട്. അത് മണികണ്ഠൻ അയ്യപ്പയാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ച് അത് പാടി വെച്ചിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ നവീകരണ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ.